ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് വീട്ടില്. കല്ലുമക്കായി ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് വീട്ടില്. ആരാന്നല്ലേ, നമ്മളെ റമീഖാന്റെ പെങ്ങളാണ്. റമീഖാന്റെ എന്ന് പറയുമ്പോ ഉമ്മാന്റെ ഏട്ടത്തിന്റെ മോളാണ്. സാജിദ എന്നാണ് പേര്. നമ്മള് സ്നേഹത്തോടെ തായിത്ത എന്നാണ് വിളിക്കുക. തായിത്ത എന്റെ വ്ളോഗെല്ലാം കാണലുണ്ട്. എങ്ങനെയുണ്ട് എന്റെ വ്ളോഗ്? എങ്ങനെയുണ്ട്? വ്ളോഗ് അടിപൊളിയാ. ഇനിയും നല്ല ചെയ്യാം. നമുക്ക് തായിത്താന്റെ ഒരു പാട്ട് കേട്ടാലോ? പാടില്ല രണ്ടുപേരും. പക്ഷെ തായിത്ത നമ്മള് പിന്നെ വ്ളോഗ് തുടങ്ങി ഞാനാ, നമ്മള് ഒന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിട്ട്. പക്ഷെ ഫേമസ് ആയ മൊത്തം ഉമ്മയാ, അതുകൊണ്ട് നമുക്ക് എന്തും ഇവിടെ സഹിക്കുന്നില്ല. അത് വേണ്ട, വേറെ പാടാം. അപ്പങ്ങളും പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി. അപ്പായ അപ്പങ്ങൾ ഓരോ തരം ചുമന്ന് വരുന്നമ്മായി. നമ്മളെ തായിത്താന്റെ മോള് നന്നായിട്ട് പാടും കേട്ടോ. ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുമ്പിൽ വരുന്നതിനെ കൊണ്ടൊക്കെ ഭയങ്കര മതത്തിലും പാട്ട് കയറ്റി തന്നെ സൂപ്പറായിട്ട് പാടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാധികാനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാം. പിന്നെ മിസ്രിയ മോൾ എല്ലാവർക്കും കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടാവൂലേ? മിസ്രിയ മോളാണ്, എന്റെ ഇക്കാക്കാന്റെ മോളാണ്. പിന്നെ അപ്പൊ നമ്മൾ ഇന്ന് എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ടാക്കുക തായിത്താക്ക് വേണ്ടിട്ട്? ഉമ്മ കല്ലുമക്കായി, ബ്രെഡ് പോക്കറ്റ്, കായ് നിറച്ച്. പുല്ലും അറിയാമെങ്കിൽ വന്നേ. ഇവിടെ ഷൂട്ടിങ്ങില ആക്ടേഴ്സ് എല്ലാം ഭയങ്കര ബിസിയാ. എനിക്ക് വന്നാലേനോ. തായിത്താന്റെ മോളാണ് കേട്ടോ വീഡിയോ കോൾ വിളിച്ചത്. തായിത്താക്ക് 4 പെൺകുട്ടികളാണുള്ളത്. ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ തായത്ത് നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് വന്നപ്പോൾ. അപ്പൊ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കാൻ പോകുന്നത് ഉമ്മ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലോ. നമ്മള് കല്ലുമക്കായി നിറച്ചതാണ് കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കിയത്. അത് ഉമ്മയാണെങ്കിൽ നിറച്ചു തരുന്നത്. നമുക്ക് ഗ്യാസ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് അടുപ്പത്തു നിന്നാണ് എല്ലാ കുക്കിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ യുദ്ധത്തിന്റെ പ്രശ്നം കാരണം തന്നെ ഈ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വീട്ടിൽ ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഹോട്ടലുകളും വീടുകളിലൊക്കെ ആയാലും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കല്ലുമക്കായി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പഴം നിറക്കുകയാണ് കേട്ടോ. തായിത്തയും മിസ്രിയമോളും ഉമ്മയും എല്ലാവരും ചേർന്നിട്ടാണ് പഴം നിറക്കുകയും നമ്മളെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഒക്കെ റെസിപ്പി വേണമെങ്കിൽ ചോദിക്കണേ, ഞാൻ വിട്ടേ. സാദിഹയെ റമീഖയും കൂടിയിട്ടാണ് കേട്ടോ ഫില്ലിങ്സ് ഒക്കെ വെച്ച് തന്നത്. അതിന്റെ ഇടയിൽ ഇന്നുമോൾ എന്തൊക്കെയോ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് കേട്ടോ പപ്പാന്റെ അടുത്ത്. അങ്ങനെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ട് വന്നിട്ട് ഇനി ടേബിൾ മേലെ ഓരോന്ന് കൊണ്ടാക്കാനൊക്കെ. പിന്നെ ഞാൻ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കസ്റ്റേർഡ് പാലിൽ മിക്സ് ചെയ്തിട്ടുള്ള അതിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ചിട്ടുള്ള ഒരു ഐറ്റം അല്ല, അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് കല്ലുമക്കായി നിറച്ചതും ബ്രെഡ് പോക്കറ്റും പഴം നിറച്ചതും ബത്തക്കയും കസ്റ്റേർഡും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ടേബിൾ മേലെ. ജ്യൂസസ് ആയിട്ട് നമ്മൾ അവക്കാഡോ ജ്യൂസും ചിക്കു ജ്യൂസാണ് കേട്ടോ അടിച്ചത്. എപ്പോഴും ഈ മുഹബത്തിക്ക സർബത്തല്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്കന്റെ മോനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ട് നോമ്പൊക്കെ. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കണം. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല ഫാമിലി വീഡിയോസും പ്രോഗ്രാം വീഡിയോസും കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ നാളെ കൃത്യം 8 മണിക്ക് എന്റെ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.